ഓക്കെ, നമ്മളിന്നൊരു ഡെയിലി അനാലിസിസ് ചെയ്യാമെന്ന് വെച്ച് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ലെവൽ ഡൗൺ ട്രെൻഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഒരു റേഞ്ച് ബൗണ്ട് തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്ലേ ഔട്ട് ആയിട്ടുണ്ട്. നാസ്ഡാക്കിൽ പറഞ്ഞൊരു നമ്മൾ മാർക്ക് ചെയ്തൊരു ലെവലുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു എൻട്രി കിട്ടി. 1:3 കിട്ടി, അതെടുത്തു. പക്ഷെ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ലെവൽ വരെ വരണം എന്നായിരുന്നു. പക്ഷേ പിന്നെ കുറേ ന്യൂസും ട്രംപിൻ്റെ കുറച്ച് സ്പീച്ചും ഇറാൻ വാർ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെയുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ട്രെൻഡ് തന്നെ മാറി ബുള്ളിഷായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു 6 മണിക്ക് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ഈ യുദ്ധം ഇപ്പം ഒന്ന് അവസാനിക്കുന്ന 2-3 ആഴ്ചയും കൂടി ഉണ്ടാവുന്നു. അപ്പം തന്നെ തിരിച്ച് ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ പെയർ EUR/USD ആണ്. EUR/USD നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ലെവൽ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക് ഈ ഒരു ലെവൽ എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ട്രംപ് തെറ്റിച്ചു. പിന്നെ ഞാൻ നോക്കിയ ലെവൽ ഇതിൻ്റെ ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് അപ്പ് ട്രെൻഡ് വേണം നോക്കായിരുന്നു. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് നമുക്കൊരു ട്രേഡ് നോക്കാമായിരുന്നു. പക്ഷേ അതും കിട്ടിയില്ല. ഇപ്പം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. അപ്പം ട്രെൻഡ് നമുക്ക് നോക്കേണ്ടത് ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിൽ നമുക്ക് ഇന്നലെ ഒരു എൻട്രി കിട്ടി. പക്ഷേ ഞാൻ ഫുൾ അപ്പ് ട്രെൻഡ് നോക്കിയതുകൊണ്ട് ആ എൻട്രി എനിക്ക് മിസ്സായി. ഇവിടെ ഈ 50% മേലെ തന്നെ നമുക്ക് ഇന്നലെ ഒരു എൻട്രി സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയായിരുന്നു. പക്ഷേ അത് എടുത്തിട്ടില്ല, മിസ്സായി. പക്ഷേ ഇനി നമ്മൾ നോക്കേണ്ട ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഇന്നോ നാളെ ആയിട്ട് നോക്കേണ്ട ഏരിയാസിൽ മേലോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇന്നോ നാളെ ആയിട്ട് ഒരു എൻട്രി ഉണ്ടല്ലേ, ഒരു 5 മിനിറ്റ് എൻട്രി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റണ്ണിങ് ആണ്, അറിയില്ല. ഡീപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലെന്ന് പറയുന്നത് ഇന്നലത്തെ ലെവലല്ലേ. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. പക്ഷേ ഇത് കുറച്ച് ചടങ്ങായിരിക്കും. ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. പക്ഷേ ആ എൻട്രി അത്യാവശ്യം നമ്മൾ സ്കാൽപ്പർ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു എൻട്രി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഈ ലെവൽ വരെ നോക്കാം. പക്ഷേ എടുക്കുന്നവർ നോക്കിയിട്ട് ഓരോ സ്ട്രാറ്റജി കൂടി നോക്കിയിട്ട് എടുക്കാം. അടുത്തത് GBPയിലാണ്. GBPയിലും സെയിം എൻട്രി സെറ്റപ്പ് തന്നെയാണ് വരിക. യൂറോൻ്റെ ട്രെൻഡ് ഡൗൺ ആണ്. ഏരിയ എന്ന് പറയുമ്പം ഇതിലും ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വരിക. പക്ഷേ നമുക്ക് ഈ ഒരു FEGന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ എൻട്രി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കും. അത് സെയിം സെറ്റപ്പ് തന്നെ യൂറോയിൽ ഞാൻ ആ FEGയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കും, ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ ഒരു 50% മേലെ കയറി കഴിഞ്ഞാൽ നോക്കിയിട്ട് ട്രേഡ് കിട്ടുകയാണെങ്കിൽ എടുക്കും. അടുത്തത് നാസ്ഡാക്കിലാണ്. നാസ്ഡാക്ക് ക്ലിയർലി ഡൗൺവേർഡ് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. നാസ്ഡാക്കിൽ എൻട്രി സെറ്റപ്പ്
ഓക്കെ, നാസ്ഡാക്കിൽ ഈ ഒരു ഏരിയ നോക്കേണ്ടി വരും. ഈ ഒരു ഏരിയ നോക്കുക, റിവേഴ്സൽ ഇവിടുന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ലെവൽ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഈ 2 ലെവലായിരിക്കും ഞാൻ ഇതിൽ ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ സ്കാൽപ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഈ ഒരു 50% ബൈ സെറ്റപ്പ് നോക്കാവുന്നതാണ്. കിട്ടുകയാണെങ്കിൽ എടുക്കാം. പിന്നെയുള്ള ഗോൾഡ് ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇപ്പം ഗോൾഡ് ഈ ഒരു ലെവൽ എടുത്തിട്ടുണ്ട്. ഈ ലെവൽ എടുത്തത് കൊണ്ട് നമുക്കിനി ബുള്ളിഷ് നോക്കാം. പക്ഷെ ഞാൻ ഒരു ഏരിയ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു FEGയുടെ കൂട്ടി 4 ഹവറിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് എൻട്രി തന്നിട്ടില്ല. നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടിയത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നാണ് റെസിസ്റ്റൻസ് കിട്ടിയത്. അപ്പം അത്യാവശ്യം ഒരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഹൈൻ്റെ മേലെ ക്ലോസ് വന്നു കഴിഞ്ഞാൽ, ഇതിനിപ്പോൾ കുറച്ചുകൂടി താഴ്ത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈൻ്റെ മേലെ ക്ലോസ് വന്നിട്ട് തിരിച്ച് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മേലോട്ട് ട്രേഡ് എടുക്കാം. അപ് ട്രെൻഡ് ട്രേഡ് നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അത് നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ എൻ്റെ സെറ്റപ്പ് വരിക കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. പിന്നെ ബുള്ളിഷ് ട്രേഡ് ഞാൻ അപ്പൊന്നും എടുക്കില്ല. കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു 50% ഏരിയ കഴിഞ്ഞതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ എടുക്കും. അതായത് ഇവിടെ കുറേ ലോസ് ഉണ്ട്. ഈ ലോൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കും. പിന്നെ ഈ ലോയും എടുക്കും. ഈ ലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ഒരു അപ് ട്രെൻഡ് നോക്കാം. നിങ്ങളെ സെറ്റപ്പ് കൂടി വർക്കാവുന്നുണ്ടോ നോക്കണേ. അപ് ട്രെൻഡ് ട്രേഡ് നോക്കാം. അപ്പം ഇത്രയാണ് സെറ്റപ്പ്. മിക്കവാറും മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ തരേണ്ടതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ തരേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക് ഇന്ന് തന്നെ അപ് ട്രെൻഡ് ഒരു ബുള്ളിഷ് ട്രേഡ് നോക്കാം. വേറെ പേഴ്സൊന്നും നോക്കുന്നില്ല. ഏതെങ്കിലും പേഴ്സ് പോകണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. അപ്പം അടുത്ത സൺഡേ ഒരു വീക്ക്ലി അനാലിസിസ് ആയിട്ട് കാണാം.